ഞാനിപ്പോൾ ഉള്ളത് ഐസ്ലാൻഡിലാണ്. യെസ്, യൂറോപ്പിനും അമേരിക്കയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ആ ഒരു കിഡിലെ നോർഡിക് കൺട്രി. അതായത് ഭയങ്കര സൂപ്പർ എക്സൈറ്റഡ് കാഴ്ചകൾ നമുക്ക് ലഭിക്കും. കാരണം ഇവിടെ ഇപ്പം രാത്രി ആവത്തില്ല എന്നുള്ളതാണ്. 24 മണിക്കൂറും വെളിച്ചമുള്ള സൂര്യപ്രകാശമുള്ള ആ ഒരു ഐസ്ലാൻഡ് എന്ന് പറഞ്ഞ രാജ്യത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അടുത്ത ഏതാനും ദിവസം ഞാൻ എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു വണ്ടിയിലാണ് ഉണ്ടുറങ്ങി യാത്ര ചെയ്യാൻ പോകുന്നത്. ഇതിനകത്ത് തന്നെയാണ് ഞാൻ കിടക്കുന്നത്, ഇതിൽ തന്നെയാണ് ഞാൻ ഡ്രൈവ് ചെയ്ത് യാത്ര ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള പരിപാടികളെല്ലാം ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വണ്ടിയിലാണ് ഗൈസ്. ടെക് ട്രാവലിൻ്റെ പുതിയ ഐസ്ലാൻഡ് സീരീസിൻ്റെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം പാരീസിൽ നിന്നും ഫ്ലൈറ്റിൽ വന്ന ഐസ്ലാൻഡിൽ കെഫ്ലാവിക് എന്ന് പറഞ്ഞ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയിട്ട് ഞാൻ ഈ വണ്ടി റെൻറ്റിനെടുത്തിട്ട് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത് എൻ്റെ ഈ വണ്ടിയുടെ ഒരു വണ്ടി ടൂറാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. കോൺവിൻ കാർ റെൻ്റൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഈ വണ്ടി റെൻറ്റിനെടുത്തിരിക്കുന്നത്. കംപ്ലീറ്റ് ഇൻഷുറൻസ്, അതായത് ഫുൾ ഇൻഷുറൻസ് എന്ന് പറയാനായിട്ട് ഈ വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും എൻ്റെ പൈസ ഒന്നും പോകാത്ത രീതിയിലുള്ള ഒരു ഇൻഷുറൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ കംപ്ലീറ്റ് ഇൻഷുറൻസ് അടക്കം ഈ വണ്ടിക്ക് ഇതിനകത്ത് 2 പേർക്ക് കിടന്നുറങ്ങാം കേട്ടോ. ഈ വണ്ടിക്ക് എനിക്ക് വന്നിരിക്കുന്ന റെൻ്റ് എന്ന് പറയുന്നത് ഒരു ദിവസത്തേക്ക് 17,000 രൂപയാണ്. അത് കൂടുതലാണെന്നല്ലേ? ഇവിടെ ഒരു ഹോട്ടൽ റൂം കിട്ടണമെങ്കിൽ മിനിമം 25,000 രൂപ കൊടുക്കണം ഒരു ദിവസത്തേക്ക്. അത്ര എക്സ്പെൻസീവാണ്. സമ്മർ ഈസ് എക്സ്ട്രീംലി എക്സ്പെൻസീവ്. പിന്നെ ഇവരുടെ ക്യാപിറ്റൽ സിറ്റി വിട്ട് ദൂരേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരു ദിവസത്തേക്ക് 50,000 60,000 രൂപയ്ക്കാണ് ഒരു മുറി. ഒരു ടെൻറ്റിന് കൊടുക്കണം 20,000 രൂപ. അതിലും വേണം നമുക്ക് വണ്ടി പ്ലസ് വണ്ടി സ്റ്റേ, അത് ലാഭം. പിന്നെ ഞാൻ ആക്ച്വലി ആദ്യം മോട്ടോർ ഹോം എടുക്കാമെന്ന് ആദ്യം വിചാരിച്ചതാണ്. മോട്ടോർ ഹോം എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് UK വണ്ടി ഓടിച്ച് നടന്ന് അതിൽ തന്നെ ഉണ്ടുറങ്ങി കുളിച്ച് ഭക്ഷണം എല്ലാം കഴിച്ച് നമ്മൾ ട്രിപ്പ് അടിച്ചില്ലേ, അതാണ് മോട്ടോർ ഹോം. അതായത് ആളുകൾക്ക് കിടന്നുറങ്ങി ട്രാവൽ ചെയ്ത് എല്ലാ പരിപാടികളും ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിക്കാണ് മോട്ടോർ ഹോം എന്ന് പറയുന്നത്. ഇത് ക്യാമ്പർ വാനാണെന്ന് പറയുന്നത്. ക്യാമ്പർ വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കിടന്നുറങ്ങാൻ മാത്രമേ പറ്റുള്ളൂ. ഇതിനകത്ത് ടോയ്ലറ്റ് സൗകര്യമില്ല, പക്ഷെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കണം, അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് 2 പേർക്ക് കിടന്നുറങ്ങാം. മോട്ടോർ ഹോം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അതിനകത്ത് ഒരു 3-4 പേർക്കൊക്കെ കിടന്നുറങ്ങാൻ പറ്റുന്ന പല കാറ്റഗറി മോട്ടോർ ഹോമുകളുണ്ടാവും. അപ്പോൾ നമ്മൾ ക്യാമ്പർ വാൻ ട്രിപ്പ് ഇൻ ഐസ്ലാൻഡ് അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് 17,000 രൂപ പെർ ഡേ എന്ന് പറയുന്നത്. ഡീസൽ അടക്കമാണെങ്കിലും ഒരു 20,000 രൂപ പെർ ഡേ ഒക്കെയാണ് നമ്മുടെ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് പൊക്കോളും. ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഒരു കുഞ്ഞു രാജ്യമാണ്, ഒരു ഐലൻഡാണ്. അമേരിക്കയ്ക്കും അതേപോലെ തന്നെ യൂറോപ്പിനും ഇടയ്ക്ക് കിടക്കുന്ന ഒരു ഐലൻഡ്. ഈ ഐസ്ലാൻഡ് ചുറ്റിക്കറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം. ടാക്സി ഈസ് വെരി എക്സ്പെൻസീവ്. സെൽഫ് റെൻറ്റഡ് കാർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഐസ്ലാൻഡ് ഈസി ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫിയറ്റിൻ്റെ ഒരു അടിപൊളി ഓട്ടോമാറ്റിക് വണ്ടിയാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. ഐസ്ലാൻഡ് നിങ്ങൾ വിൻ്ററിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വണ്ടി പറ്റില്ല. 4 വീൽ ഡ്രൈവ് വണ്ടി വേണ്ടി വരും. കാരണം ഇവിടെ എല്ലാം സ്നോ ആയിരിക്കും. വിൻ്റർ ഈസ് എക്സ്ട്രീം ഇൻ ഐസ്ലാൻഡിൽ നമുക്ക് സമ്മറാണ് കുറച്ചെങ്കിലും അടിപൊളി. ധാരാളം വാനുകൾ, ഇപ്പോൾ അപ്പുറത്തൊരു വാൻ കിടക്കുന്നുണ്ടല്ലോ, അതേപോലെ തന്നെ ഇത് ഫിയറ്റിൻ്റെ ഒരു പുത്തൻ വണ്ടിയാണ്. ഓട്ടോമാറ്റിക്കാണ്. 4 വീൽ ഡ്രൈവ് എന്നല്ല, സാധാരണ ഒരു വണ്ടിയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മൾ കിടന്നുറങ്ങാൻ പോകുന്നത്. എങ്ങനെയാണല്ലോ നമ്മൾ ഇതിനകത്ത് കിടന്നുറങ്ങാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്ക് തുറക്കാം. ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും ഇത് കണ്ടോ, ഇതെൻ്റെ ജാക്കറ്റ്. ഇതിനകത്ത് 2 സ്ലീപ്പിംഗ് ബാഗ്, പിന്നെ 2 പില്ലോ. അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ ശരിക്കും ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നമ്മുടെ ഫോർച്യൂണറിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മുടെ MVD സമ്മതിക്കണം എന്നുള്ളതേ ഉള്ളൂ, അതാണ് പ്രശ്നം. ഇവിടെ മാട്രസ്സാണ് ഈ കാണുന്നത് കണ്ടല്ലോ, ഇത് മാട്രസ്സാണ് കേട്ടോ. ഇത് മാട്രസ്. ഇതിനടിയിൽ എൻ്റെ പെട്ടി ഇരിക്കുന്നു. ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ ഇതിനടിയിൽ വെക്കാം. ഇത്തരത്തിലുള്ളൊരു 3 പെട്ടി വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസ് ഇതിനകത്തുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ നല്ലൊരു മാട്രസ്. ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് നാട്ടിലും നമ്മുടെ ഡു ഇറ്റ് യുവർ സെൽഫ് പരിപാടിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു പരിപാടിയാണ്. ഈ വണ്ടിയുടെ ബാക്കിലത്തെ 2 സീറ്റ് എടുത്ത് മാറ്റി ഇങ്ങനെ ഈ സാധനം പിടിപ്പിച്ചു, എന്നിട്ട് അതിൻ്റെ മുകളിലൊരു മാട്രസ് ഇട്ട്, അത്രേ ഉള്ളൂ. സിമ്പിൾ. അത്ര സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ട്. സ്ലീപ്പിംഗ് ബാഗ് വേണം, കാരണം ഇതിനകത്ത് തണുക്കും. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബേസ് വേരിയൻറ്റ് വണ്ടിയാണിത്. ആ ബേസ് വേരിയൻറ്റ് വണ്ടി എടുത്തിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഡ്രൈവർ സീറ്റിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം. ഇത് രാത്രിയിൽ വെളിച്ചം കയറും, അതുകൊണ്ട് കർട്ടനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ കാണുന്ന രാജ്യം കണ്ടോ, ഇത്രയുള്ള ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ ഭാഗത്താണ്. ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ചുറ്റിക്കറങ്ങി ഇങ്ങനെ പോയിട്ട് ഒരു റൗണ്ട് ട്രിപ്പ് അടിക്കും. അതാണ് ഐസ്ലാൻഡിൻ്റെ റൗണ്ട് ട്രിപ്പ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ടൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ 4 വീൽ ഡ്രൈവ് വണ്ടി വേണം, എന്നാലേ പറ്റുള്ളൂ, അല്ലാതെ പറ്റത്തില്ല. ഇതിനകത്ത് ഇത് കണ്ടോ, നമ്മൾ ഇതിനകത്ത് കിടന്നുറങ്ങുമ്പോഴും നമുക്ക് ശ്വാസം കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നതില്ലേ. കാറ്റ് അകത്ത് കയറാനും കാർബൺ മോണോക്സൈഡ് വരാതിരിക്കാനും വേണ്ടിയുള്ള എന്തോ ഒരു സെറ്റപ്പാണ്. അത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ബാക്ക് സൈഡ്. ഉണ്ടോ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വേറെ വണ്ടികളൊക്കെ പോകുന്നുണ്ടോ. അപ്പോൾ ഇത് ഫിയറ്റ് ഡോബ്ലോ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് വേരിയൻ്റ് വണ്ടിയാണ്. തുറന്ന് കഴിയുമ്പോഴത്തേക്കിനും നമുക്കിവിടെ എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ തുറക്കാം? ഇവിടെ പ്രസ് ചെയ്ത് തുറക്കാം. ഇത് തുറന്ന് കഴിയുമ്പോഴത്തേക്കിന് ഇതാണ് നമ്മുടെ സെറ്റപ്പ്. അതായത് നമുക്കിതിനകത്ത് 2 പേർക്ക് സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങേണ്ടി വരും മിക്കവാറും ഗൈസ്, എന്നാലേ പറ്റുള്ളൂ. ഇതാണ് മറ്റേ വെള്ളം കയറാതെ
വായു പുറത്തേക്ക് കയറാനും പോകാനുള്ള സാധനം. ഇതിനകത്ത് ലൈറ്റുണ്ട്. പിന്നെ ഇവിടെ 2 ഈ ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. കൂളർ ആ കൂളറൊക്കെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ്. പിന്നെ ഇതിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു ബോക്സ് ഉണ്ട്. ഈ ഒരു ബോക്സിനകത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ആണ്. എന്തൊക്കെയുണ്ടെന്ന് എനിക്കറിയത്തില്ല, നോക്കട്ടെ. ഇതിനകത്ത് ഇത് പാത്രം എടുത്ത് വെക്കുന്നതിന് വേണ്ടിയുള്ള സെറ്റപ്പ്. ഇത് പാചകം ചെയ്യാൻ വേണ്ടി എവിടെ വെച്ച് പാചകം ചെയ്യും എന്നാണ് ഞാൻ നോക്കുന്നത്. അതിനുള്ള സാധനം ഇവിടെ സാറിന് കാണണ്ട, അത് കാണുന്നില്ല. ഇത് ഒരു ടോർച്ചല്ലേ ഇത്? യെസ്, USB ടോർച്ച്. പിന്നെ ഒരു നമ്മുടെ കിറ്റ്. എന്ത് കിറ്റാണ്? ഫസ്റ്റ് എയ്ഡ് കിറ്റ്. പിന്നെ ഇത് ഗ്യാസാണ്, ബ്യൂട്ടീൻ ബാറ്ററി പോർട്ടബിൾ ഗ്യാസ്. ഇതൊന്നും ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല, ഇതൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഓൾറെഡി പ്ലേറ്റൊക്കെ പൊട്ടിയിരിക്കുകയാണല്ലോ. ഇത് ഞാൻ പൊട്ടിച്ചെന്ന് പറയുമോ? അറിയത്തില്ല. ഓൾറെഡി അതിനകത്ത് പൊട്ടിയിരിക്കുകയാണ് പ്ലേറ്റൊക്കെ. നോക്കിയപ്പോൾ തന്നെ പൊട്ടിയിരിക്കുമായിരുന്നു. അതങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ഇവിടെ ടേബിളുണ്ട് കേട്ടോ. ഈ ടേബിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുക്ക് ചെയ്യുകയാണെങ്കിൽ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്ത് വെക്കേണ്ട സാധനം എന്ന് പറയുന്നത്. എൻ്റെ ഈ ടേബിൾ കണ്ടോ, ഈ കാണുന്നത് നമുക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ വിൻ്ററിലൊക്കെ, ഇപ്പോഴും വിൻ്ററാണ്ട്, രാത്രി തണുപ്പുണ്ടാവും, കറണ്ട് വേണ്ടി വരുമെന്ന് എനിക്കറിയത്തില്ല. കറണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഹീറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ ഹീറ്റിംഗ് സിസ്റ്റം ഓണാക്കുന്നതിന് വേണ്ടി ക്യാമ്പ് സൈറ്റിൽ പോയിട്ട് കിടന്നുറങ്ങുമ്പോൾ കറണ്ട് കുത്താൻ വേണ്ടിയുള്ള സാധനമാണിത്. പിന്നെ ഇതിനകത്ത് വേറൊരു സാധനം കൊണ്ടുണ്ട്. ഇത് എന്താ ഇത് ടേബിളോ അങ്ങനെ എന്തോ സംഭവങ്ങളൊക്കെയാണ്. ഇതൊന്നും കണ്ടിട്ട് ആരും എടുത്തായിട്ടൊന്നും തോന്നുന്നില്ല. നമുക്ക് ഭാവിയിൽ നോക്കാം എന്താ പരിപാടി എന്നുള്ളത്. ഇതിൻ്റെ മേളിലാണ് നമ്മുടെ സെറ്റപ്പൊക്കെ വരുന്നത്. എന്തായാലും ഈ കുക്കിംഗ് ഒന്നും ഞാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും ചെറിയ സെറ്റപ്പിലൊന്നും എന്ത് കുക്ക് ചെയ്യാനാ? ഐ ഡോണ്ട് നോ വാട്ട് ഐ ക്യാൻ ഡു. ഇതൊക്കെ നമുക്ക് വേണ്ടി വരും എന്തായാലും, കറണ്ടിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ ദിസ് ഈസ് ലൈക്ക്, ഇതൊരു കൂളറാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് വെക്കാം. അതിന് വേണ്ടിയുള്ള കൂളർ, നമുക്ക് വെള്ളമോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെക്കാൻ വേണ്ടിയുള്ള സാധനം. ഇതെനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഹീറ്റിംഗ് സിസ്റ്റം ആണെന്ന് തോന്നുന്നു വണ്ടിക്കകത്ത്. പിന്നെ കുറേ സെറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്താണിത്? ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇറ്റ്സ് ഓൾ എക്യുപ്ഡ്. ഒരു ചെറിയ രീതിയിലുള്ള എക്യുപ്ഡ്. നമുക്ക് ബേസിക്കലി വേണ്ട എന്താ? നമുക്ക് കിടന്നുറങ്ങാനൊരു സ്ഥലം. ആ കിടന്നുറങ്ങാൻ വേണ്ടിയുള്ളൊരു സ്ഥലത്തിന് വേണ്ടിയാണ് ഈ ഒരു സാധനം ഉള്ളത്. പിന്നെ ഇത് കണ്ടോ, ഇത് ചൂട് കൺട്രോൾ ചെയ്തതിന് വേണ്ടിയുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ ചൂട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി അവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. പിന്നെ എനിക്കൊരു ടവൽ തന്നിട്ടുണ്ട് കുളിക്കുന്നതിന് വേണ്ടി. അത് ഞാൻ അവിടെ വണ്ടി കമ്പനിക്കാരോട് ചോദിച്ചപ്പോൾ അവർ തന്നെ തന്നാണ്. സോ ദിസ് ഈസ് മോർ ദാൻ ഇനഫ്. ഇതെൻ്റെ ഹോട്ടൽ മുറി. പിന്നെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യാം. പക്ഷേ അതെങ്ങനെ കുക്ക് ചെയ്യും? സ്റ്റൗ എന്തെങ്കിലും പരിപാടി മറ്റേ ബ്യൂട്ടൈൻ സാധനം ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ കണ്ടില്ലേ, പോർട്ടബിൾ ഗ്യാസ് സ്റ്റൗ. ഇതിവിടെ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഗ്യാസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബർണർ കത്തും. ഇതിൻ്റെ മേളിൽ എന്തെങ്കിലും വെച്ച് വേണേൽ കുക്ക് ചെയ്യാം. ഒരു എലിവില്ല് പോലെ ഉണ്ടല്ലേ. ദിസ് ഈസ് മൈ വണ്ടി ടൂർ. പിന്നെന്താണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്? ഇത് ഡീസലാണ്. ഈ കാണുന്ന സ്ഥലത്താണ് നമുക്ക് കറണ്ട് കുത്തേണ്ടത് ചൂടാക്കുന്നതിന് വേണ്ടി. പിന്നെ ഇവിടെ എന്താണ് ഇവിടെ ഈ കടൽ കാറ്റടിച്ചിട്ടാണെന്ന് തോന്നി ഈ ഡിസ്കും കാര്യങ്ങളൊക്കെ അവിടെയൊക്കെ തുരുമ്പടിച്ചിരിപ്പുണ്ട്. ഇത് നമ്മുടെ ഡീസൽ നിറയ്ക്കുന്നതിന് വേണ്ടിയുള്ള സാധനം. ഡീസലും ഡെഫും അങ്ങനെ 2 പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇനി നമുക്ക് ഇതിൻ്റെ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം. ഇവിടേക്ക് പോകുമ്പോഴത്തേക്കിനും ദിസ് ഈസ് ദ ഗുഡ് തിങ്. ബേസ് വേരിയൻ്റ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ട്. പവേർഡ് മറ്റേ ഗ്ലാസ്, നമുക്ക് 2 സൈഡിലെ ORVM ഒക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ആക്കുകയാണെങ്കിൽ ആപ്പിൾ കാർപ്ലേ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ വണ്ടി എടുത്തിട്ട് ഞാൻ ക്യാമറ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തു. ഇത് എന്നെ കാണുന്നതിന് വേണ്ടി അകത്ത് വെച്ചിരിക്കുന്ന ഒരു ക്യാമറ. പിന്നെ ഫിയറ്റിൻ്റെ ഡാഷ്ബോർഡ്. ഇത് പുതിയ വണ്ടിയാണ്. ആകെ 880 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിച്ചിട്ടുള്ളൂ. ഞാനായിരിക്കും 12,000 കിലോമീറ്റർ ഈ വണ്ടി ഇതിനകത്ത് ഈ ഒരു രാജ്യത്ത് ഓടിക്കാൻ പോകുന്നത്. അല്ല 850 അല്ല, 2400 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഈ വണ്ടി. 2400 കിലോമീറ്ററാണ് ആകെ ഓടിയിരിക്കുന്നത്. ഇത് കിടിലൻ സ്റ്റിയറിംഗ് കോളമാണ്. എനിക്ക് എന്ത് സ്മൂത്താണെന്നറിയാം. സ്റ്റാർട്ട് ചെയ്യാം, ഭയങ്കര സ്മൂത്താണ്. സ്റ്റാർട്ട് ചെയ്താൽ പോലും ഒരു വൈബ്രേഷനോ അല്ലെങ്കിൽ സൗണ്ടോ ഒന്നും ഇതിനകത്തില്ല. ഇതുണ്ടല്ലേ, ഇത് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്ന വണ്ടിയാണെന്നറിയാമോ. ഇതിനകത്ത് തന്നെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആപ്പിൾ കാർപ്ലേ ലിങ്ക്ഡ് ആണ്. ഞാനിപ്പോൾ ഫോൺ കണക്ട് ചെയ്ത് ആപ്പിൾ കാർപ്ലേ വർക്ക് ചെയ്യും. പിന്നെ ഇവിടെ ആകെയുള്ളൊരു ഡ്രോബാക്ക്, എനിക്ക് ഈ സീറ്റിൻ്റെ ഹൈറ്റ് പൊക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു ഡ്രോബാക്ക് ഉണ്ട്. കാരണം ഇതിങ്ങനെ ഈ ഒരു ഹൈറ്റിൽ തന്നെ ഇരിക്കുന്നത്. പിന്നെ ഇവിടെ 12 വോൾട്ട് ചാർജറുണ്ട്. ഇവിടെ നമുക്ക് 2 കേബിൾ കുത്താൻ, ഡ്രോൺ ആണെങ്കിലും എൻ്റെ ക്യാമറ ആണെങ്കിലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ട്. ഇതാണ് ഗിയർ. ഞാൻ വണ്ടിക്കകത്ത് കയറി കുറേ ടൈം എടുത്ത് കണ്ടുപിടിക്കാനായിട്ട്. പാർക്ക്, റിവേഴ്സ്, ന്യൂട്രൽ ഗിയർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഡ്രൈവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ ഗിയർ എന്ന് പറയുന്നത്. പിന്നെ ഡ്രൈവ് മോഡ്, എക്കോ മോഡ്, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പാർക്ക് ബ്രേക്ക്, പിന്നെ ഇവൻ്റെ പരിപാടികൾ. പിന്നെ ദാറ്റ്സ് ഇറ്റ്. ഇത് ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ നല്ല അടിപൊളി കുട്ടപ്പനാണ്. ഇവിടെ
ഇത്രയും വലിയൊരു സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ്, പിന്നെ ഇവിടെ സ്റ്റോറേജ്, വണ്ടിയുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും പേപ്പേഴ്സും അതും ഒക്കെ. ഇവിടെ കുറച്ച് സ്റ്റോറേജ്, ഇവിടെ എൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ എൻ്റെ ബാഗ്, ഡ്രോണ്, ക്യാമറ അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചു. പിന്നെ വേറെന്താ, ഇവിടെ നിന്ന് നമുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ കർട്ടൻ ഇടാം. ഈ കർട്ടൻ ഇട്ടിട്ട് നമുക്കിവിടെ ഇങ്ങനെ സെറ്റാക്കാം. ഈ ഒരു രീതിയിലാണ് എൻ്റെ പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നിപ്പോൾ എങ്ങോട്ടാണ് പോട്ടെന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഐ വിൽ പ്ലാൻ വെയർ ടു ഗോ, ബിക്കോസ് ഒരു പ്ലാനും ഇല്ലാതാണ് വന്നിരിക്കുന്നത്. വളരെ ബേസിക്കാണ്, പക്ഷെ 2 പേർക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം. ഫുഡൊക്കെ റെസ്റ്റോറൻറ്റിൽ നിന്നൊന്നും കഴിപ്പ് നടക്കുകയല്ല. നമുക്ക് ഈ സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് സ്റ്റോർ ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കേണ്ടി വരും. പിന്നെ ക്യാമ്പ് സൈറ്റുകളൊക്കെ പോകുമ്പോഴത്തേക്കിനും അവിടെ എന്തെങ്കിലുമൊക്കെ സൗകര്യങ്ങൾ ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. സോ ദാറ്റ്സ് ഇറ്റ്. എങ്ങനെയുണ്ട്? പൊളിയല്ലേ? ഇതൊക്കെ കണ്ടില്ലേ, ഡിസൈനൊക്കെ പൊളിയാണ്. ഇത് കണ്ടാ, ഇവിടെയൊക്കെ സ്പേസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ സ്റ്റോർ ചെയ്യാൻ പാകത്തിനുള്ള സ്പേസ് ഒക്കെ അവൈലബിൾ ആണ്. കർട്ടനൊക്കെ ഇട്ട് എന്തെങ്കിലും ഇത്രയൊക്കെ ആയില്ല. നമുക്ക് പുറകിൽ പോയിട്ട് നമുക്ക് കിടന്നും കൂടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട്, കംഫർട്ടബിൾ ആണോ എന്നുള്ളത്. കാരണം ഇത്ര സ്ഥിതിക്ക് ഇനി അതും കൂടെ നോക്കണ്ടേ എങ്ങനെയുണ്ടെന്നുള്ളത് അല്ലേ. അപ്പം നമുക്ക് സൈഡിൽ കൂടെ കയറാം, ഇതിലൂടെ കയറാം, ഇതിലൂടെ നമുക്ക് കയറാവുന്നേ ഉള്ളൂ. അയ്യോ അമ്മേ, ഈ പരിപാടി കൊള്ളാം കേട്ടോ. ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഇവിടെ ക്യാമ്പ് സൈറ്റിൽ മാത്രമേ കിടന്നുറങ്ങാൻ പറ്റുള്ളൂ, അല്ലാതെ ക്യാമ്പ് സൈറ്റ് അല്ലാത്ത സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. ഇത് കൊള്ളാമല്ലോ, അടിപൊളിയാണല്ലോ. ഹായ്, എനിക്കിങ്ങനെ കിടന്ന് ഫോട്ടോയൊക്കെ എടുക്കണം, തിരിഞ്ഞ് മറിഞ്ഞൊക്കെ പല രീതിയിൽ ഫോട്ടോഷൂട്ടൊക്കെ കാണണം. പിന്നെ ഒരു പട്ടിയൊക്കെ കൂടെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നല്ലേ. സാറിന് അങ്ങനെയാണല്ലോ, ക്യാമറമാനൊക്കെ കൊണ്ട് ട്രിപ്പ് നടത്തുന്ന ആളുടെ കൂടെ പട്ടിയൊക്കെ ഉണ്ടാകത്തില്ലേ. ഫോറിനേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതേപോലെ. സോ കൊള്ളാം, പരിപാടി സെറ്റപ്പാണ്. എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിൽക്കോ സംഭവം തണുപ്പ്, അതുകൊണ്ട് ഞാൻ ഈ ഹൂഡി എടുത്തിട്ടിരിക്കുന്നത്. സ്ലീപ്പിംഗ് ബാഗ് കിടന്നുറങ്ങേണ്ടി വരും. ഞാൻ തൽക്കാലം പുറത്തിറങ്ങട്ടെ. ഈ സാധനം കണ്ടോ, ഇതാണ് ഹീറ്റിംഗ് കോയിൽ. നമ്മൾ കറണ്ട് കുത്തുമ്പോഴത്തേക്കിനും അതാണ് ചൂടാവുന്നത്. സിമ്പിൾ പരിപാടിയാണ്. സോ അയ്യോ, 2 പേരുണ്ടായിരുന്നെങ്കിൽ സംഭവം കുറച്ചും കൂടെ അഫോർഡബിൾ ആക്കായിരുന്നു. പിന്നെ ഷംജിത് ഭായ് പറഞ്ഞാൽ പുള്ളി വരാമെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. വിൽ ഡു സംതിങ്. എങ്ങോട്ടാണ് പോകണമെന്നുള്ള പ്ലാൻ ചെയ്യണം. അപ്പോൾ സമയം ഇപ്പോൾ രാത്രി 7 മണിയായി. നമുക്ക് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞങ്ങൾ മറ്റേ യൂറോപ്പിൻ്റെയും അമേരിക്കയുടെ ഇടയ്ക്കുള്ള പാലം കാണാൻ വേണ്ടി പോവുകയാണ്. കെഫ്ലാവിക് എന്നാണ് എയർപോർട്ടിന്റെ പേര്. റെഫ്കാവിക് എന്നാണ്. എന്ത് പ്രൊനൗൺസിയേഷൻ ആണ് ചേട്ടാ ഇതൊക്കെ? റെയ്ക്കാവിക് അല്ലേ? ഓക്കെ. അപ്പൊ ജെ എന്നുള്ള ജെ സൈലന്റ് ആണ്. റേ വരുമ്പോ റെയ്ക്കാവിക്. ഓക്കെ. അപ്പൊ എസ് അല്ല, നമ്മൾ ജാന്ന് പറയല്ലേ, ഇവിടെ യാന്ന പറയുന്നത്. മനോജ് എന്നാരും പറയത്തില്ല, മനോയി എന്ന് പറയുന്നത്. മനോയി. നിങ്ങൾ മനു എന്നാണോ വിളിക്കുന്നത്? എന്നെ മനു എന്ന് വിളിക്കത്തുള്ളൂ. മനു പറഞ്ഞാലല്ലേ പ്രശ്നമില്ല. അതെ, ഞാൻ ഈസി ആക്കി ഷോർട്ട് നെയിം ആക്കിയാണ്. അത് ശരി. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു കോണ്ടിനെന്റ്, അതായത് എന്താ പറയുക, ഒരു ബ്രിഡ്ജ് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. ആ ബ്രിഡ്ജ് എന്ന് പറയുന്നത് 2 കോണ്ടിനെന്റിന്റെ ഇടയ്ക്കുള്ള ബ്രിഡ്ജ് എന്നാണ് സങ്കല്പം അല്ലേ? അതായത് യൂറോപ്പിന്റെയും യൂറേഷ്യ അമേരിക്കയാണ്. യൂറോപ്പിന്റെയും നോർത്ത് അമേരിക്കയുടെയും അല്ലേ? നോർത്ത് അമേരിക്ക. അപ്പൊ ഇത് ഈ രാജ്യം ഈ 2 കോണ്ടിനെന്റിലായിട്ടാണോ കിടക്കുന്നത്? അങ്ങനെ ആ സൈഡ് അമേരിക്ക കോണ്ടിനെന്റ്, ഒരു പാലം പോലെ ഉണ്ട് അവിടെ. ആണോ? അപ്പുറം അമേരിക്ക. അപ്പൊ അമേരിക്ക പോവാതെ തന്നെ ഞാൻ അമേരിക്ക കയറാൻ പോവാ. അടിപൊളി. അമേരിക്കൻ കോണ്ടിനെന്റിൽ പോകാനായിട്ട് അമേരിക്ക ഇമിഗ്രേഷൻ ഇല്ലാതെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി, ഐസ്ലൻഡിൽ വന്നാൽ മതി. ഇവിടെ ഇങ്ങനെ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ പരന്ന് നടക്കുന്ന ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അല്ലേ? ഇവിടെ എത്ര എയർപോർട്ട് ഉണ്ട് മൊത്തത്തില്? ഒറ്റ എയർപോർട്ട് ഉള്ളൂ. പിന്നെ ഡൊമസ്റ്റിക് എയർപോർട്ട് ഉണ്ടല്ലേ? റെയ്ക്യാവിക്കിലുണ്ട്, ഔക്കരയിലുണ്ട്, എയിൽഷാറിലുണ്ട്. പക്ഷെ അത് സമ്മറിൽ അവര് എനിക്കൊന്ന് ഇപ്പം UK ഒക്കെ കണ്ടു. ആണോ? സമ്മറിലുണ്ട്, എയിൽഷാറിലും ഉണ്ടെന്ന് തോന്നുന്നു. ആണോ? ഓക്കെ. പക്ഷെ അതൊക്കെ കൂടുതലും ഡൊമസ്റ്റിക് ആയിട്ടാണ്. ഇതാണ് മെയിൻ എയർപോർട്ട്. ചേട്ടൻ ഇവിടെ ഒരു വന്നിട്ടൊരു 17 വർഷമായി എന്ന് പറഞ്ഞില്ലേ? ശരിക്കും എങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടത്? നമ്മളല്ലേ എന്റെ കൂടെ മലബാറിലാണ് പ്രമോദ് എന്ന് പറഞ്ഞു. പുള്ളി ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി വന്നതാണ്. ഇന്ത്യൻ റെസ്റ്റോറന്റ് തുടങ്ങാൻ വേണ്ടി വന്നു. അപ്പൊ ശരിക്കും ഇവിടെ അന്നേരം ആ ക്രൈസിസ് വന്ന കാരണം പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അത് നാട്ടിൽ നിന്ന് സാധനം വരാൻ താമസിച്ചു കുറേ. അങ്ങനെ ഇവിടെ വന്ന് പിന്നെ അത് കഴിഞ്ഞ് അന്ന റെസ്റ്റോറന്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയാണ് പിന്നെ ഇവിടെ അങ്ങ് സെറ്റിലായത്. ഞങ്ങൾ 4 പേര് ഒന്നിച്ചു വന്നപ്പോ 4 പേരും ഇവിടെ തന്നെയുണ്ട്. ഞാൻ 6 റെസ്റ്റോറന്റ് 2023 16 കൊല്ലം വർക്ക് ചെയ്തു.
അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങോട്ട് മാറിയത്. ആൾക്കാരൊക്കെ ക്യാമ്പറ ഈ സാധനമാണ് മറ്റേ ഇതൊക്കെ വെയിൻസ്ബർഗിന്റെ ബോഡിയാണ്, ഫുൾ ടോയ്ലറ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി. ലണ്ടനിൽ ഞാൻ എടുത്തു, ഇതിന്റെ വേറൊരു വേരിയന്റ് ആയിരുന്നു ഇത്. സംഭവം കൊള്ളാത്. ഇത് വേറൊരു ക്യാമ്പർ വാനാണ്. അപ്പോൾ ഇവിടെ നിന്ന് സംഭവം എന്താന്ന് പറഞ്ഞാൽ ഡ്രോൺ കാണണം എന്നാലേ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന ഈ പാലം എന്ന് പറയുന്നത് യൂറോപ്പിൻ്റെ അമേരിക്കയുടെ ഇടയ്ക്കുള്ള ഒരു പാലമാണ്. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട്. തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ട്. ഞാൻ ഈ ചൂടിയും ജാക്കറ്റ് ഒന്നും പറ്റില്ല. ചേട്ടൻ എനിക്ക് ജാക്കറ്റ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ട്. ചേട്ടൻ എന്നോട് പറഞ്ഞതാണ് നാട്ടിൽ നിന്ന് വരുമ്പോഴേ ജാക്കറ്റ് കൊണ്ടുപോയി ഇവിടെ ജാക്കറ്റ് വേണ്ടി വരുന്നു. പക്ഷേ ഞാൻ അത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ നോക്കിയപ്പോൾ 10 to 15 ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ബെയറബിൾ ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സൈക്കബിൾ അല്ല, നോൺ സൈക്കബിൾ ആണ്. കുറച്ച് തണുപ്പ് വേണ്ടി വരില്ല എന്നുണ്ട് പണിവാണ്. ഇപ്പോൾ സമയം ഇപ്പോൾ 8 മണിയാവുന്നു. നമുക്ക് രാത്രി 12 മണി 1 മണി വരെയൊക്കെ ഡേ ലൈറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഡേ കൂടുതലായതുകൊണ്ട് നമുക്ക് കുറേ ടൈം ഇങ്ങനെ യാത്ര ചെയ്യാനായിട്ട് കിട്ടും. കുറേ അധികം സമയം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും എന്നുള്ളത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോൾ നമ്മൾ ബീച്ച് സൈഡിൽ, ബീച്ചെന്ന് പറയാൻ പറ്റില്ല, സീ സൈഡിൽ തന്നെ ഉള്ളൊരു സ്ഥലം. ബീച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആൾക്കാർ ബീച്ചൊന്നും യൂസ് ചെയ്യില്ല. കാരണം ഭയങ്കര വിൻ്റർ തണുപ്പുള്ള സ്ഥലത്ത് ആരെങ്കിലും ബീച്ചിൽ ഇറങ്ങുമോ? വോൾക്കാനിക് ഇറപ്ഷൻസ് ഭയങ്കരമായിട്ടുള്ള ഒരു നാടാണ് ഐസ്ലാൻഡ് എന്ന് പറയുന്നത്. ചേട്ടാ ഞാൻ എന്നെ കഥക്കുന്നേ, ഞാൻ അറിയത്തില്ല, തണുത്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മണ്ണൊക്കെ മിക്കതും ഒരു ബ്ലാക്ക് കളറായിരിക്കും. ആ ബീച്ച് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ബ്ലാക്കിഷ് ബീച്ചാണ്. മിക്കതും ബ്ലാക്ക് സാൻഡ് ബീച്ചുകളായിരിക്കും. എവിടെ നോക്കിയാലും ഒരു ബ്ലാക്ക് കളറിലെ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. വെതർ അടിപൊളിയായിട്ട് നല്ല സൺലൈറ്റ് വരുമ്പോഴായിരിക്കും ഇത് കാണാൻ ഭംഗി. ചില സമയത്ത് നമുക്കിങ്ങനെ മുകളിൽ നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ വല്ല ചൊവ്വാഗ്രഹത്തിൽ വല്ലതാണോ എന്നൊക്കെ തോന്നിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് കാണുന്നത്. കാരണം എവിടെ നോക്കിയാലും കല്ലും ബാക്കിയുള്ള സംഭവങ്ങളും അതും ഇതൊക്കെ ആയിട്ട് നമുക്ക് വേറെ ഏതോ ഗ്രഹത്തിലാണെന്നൊക്കെ തോന്നിപ്പോവും. ഈ പാലത്തിൻ്റെ കഥ പറയുവാണെങ്കിൽ ഈ പാലം ഇതൊരു ടൂറിസ്റ്റ് അട്രാക്ഷനാക്കി എടുത്തൊരു പാലമാണ് ബേസിക്കലി. ഇവിടെ നമുക്ക് ഈ ചെറുതും വലുതുമായിട്ടുള്ള ധാരാളം ക്യാനിയോൺസ് നമുക്ക് കാണാൻ സാധിക്കും. ക്യാനിയോൺസ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊക്കെ പണ്ട് ഏതെങ്കിലുമൊക്കെ വോൾക്കാനിക് ഇറപ്ഷനിലുണ്ടായി വന്ന സംഭവങ്ങളായിരിക്കും. ചിലപ്പോൾ ഈ ലാവയൊക്കെ ഒഴുകി വന്നുണ്ടായ പാറക്കഷ്ണങ്ങളോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ആയിരിക്കാം. ഇവിടെയൊക്കെ താഴെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ മിനറൽ റിച്ച് മണ്ണായിരിക്കുമെന്നേ. അതല്ല ഈ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ ഇരിക്കുന്നേ. അപ്പോൾ 2 ചെറിയ ക്യാനിയോൺ തമ്മിൽ ചെയ്തിരിക്കുന്ന ഒരു പാലമാണ് ഈ കാണുന്നത്. ഈ ഒരു പാലമാണ് ദിസ് ഈസ് കൺസിഡേർഡ് ആസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വെൽക്കം ടു ദ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് യൂറേഷ്യൻ പ്ലേറ്റ് ഈ ഐസ്ലാൻഡിൻ്റെ യൂറേഷ്യൻ പ്ലേറ്റ്, ഫിലിപ്പിനോ പ്ലേറ്റ്, ഇന്ത്യൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, ആഫ്രിക്കൻ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പ്ലേറ്റ് ഉണ്ടല്ലോ ഇവിടെ. അടിപൊളി. അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. സോ ഇതെന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇവർ പറയുന്നത് ഈ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നത് ദ ഓൾഡസ്റ്റ് റോക്ക് ഫോർമേഷൻ ഇൻ ദ എർത്ത് ക്രസ്റ്റ് എന്നാണ് ഇവർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ കുറേ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് ഇവർ പറയുന്നത് ഇപ്പോഴും ഭയങ്കരമായിട്ടുള്ള പ്ലേറ്റ് മൂവ്മെൻറ്റ്സ് ഭൂമിക്കടിയിലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അത് കാരണം പസഫിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് ഓഷ്യനൊക്കെ വലുതാവുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊക്കെ ജോഗ്രഫിയാണ്. നിങ്ങൾക്ക് ജോഗ്രഫിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗസ് ഇറ്റ്. അങ്ങനെ ആ ഒരു പാലത്തിലൂടെ നമ്മൾ ഇതെല്ലായിടത്തും ഉണ്ട് ഈ പരിപാടി അല്ലേ? ഇവിടെ ഉണ്ടല്ലേ താഴോട്ട് പൂട്ടിയിടുന്ന പരിപാടി. അങ്ങനെ ഒരു പാലത്തിലൂടെ നമ്മൾ കറങ്ങിത്തിരിഞ്ഞ് നമ്മൾ അടുത്ത കോണ്ടിനെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ എത്തുമ്പോഴത്തേക്കിനും എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വെൽക്കം ടു ദ നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. സോ യൂറേഷ്യൻ പ്ലേറ്റിൽ നിന്നും നമ്മൾ നോർത്ത് അമേരിക്കൻ പ്ലേറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ വന്ന് നിന്ന് അവിടെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഈ പാലത്തിനടിയിൽ കൂടെ ഈ കാണുന്ന മണ്ണിലൂടെയൊക്കെ ഇറങ്ങി നടന്ന് അങ്ങോട്ടൊക്കെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ യുവർ സെൽഫ്. ഭയങ്കര ഭംഗിയാണ് ആ കാണുന്ന ആ ഒരു ഇത് കണ്ടോ, ഇങ്ങനെ കല്ലിങ്ങനെ പല ലെയറിലായിട്ട് ചെറിയ കുട്ടി ലെയറായിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നതൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കാണുമ്പോൾ എന്തൊക്കെയോ പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ് അബൌട്ട് ദിസ് പ്ലേസ്. പോകാൻ ചേട്ടാ, തണുക്കും. ഈ നിക്കറൊന്നും ഇട്ടിട്ട് നാളെ ഇറങ്ങാൻ പറ്റില്ല കേട്ടോ. ഇത് പ്രശ്നമാകും. ഞാൻ 2 ദിവസം കൊണ്ട് കിടക്കേണ്ടി വരും. ഇല്ല, കിടന്നു പോകും മിക്കവാറും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഈ വണ്ടി എടുത്തിരിക്കുന്നത് ഇതൊരു ഇന്ത്യക്കാരാണ്. അവരൊരു ഭാര്യയും ഭർത്താവും 2 വലിയ പിള്ളേരും, അതൊരു ഫാമിലിയാണ്. അവർ ഈ സാധനം എടുത്തിട്ട് കറങ്ങാണ്. അവർക്ക് 4 ദിവസത്തേക്ക് ആ വണ്ടി മതിയല്ലോ. എന്ത് സിമ്പിളാണ്. നിങ്ങൾ രാത്രി ഫാനിട്ട് കിടക്കുന്നോ? നിങ്ങൾക്കതല്ല, അതിനപ്പുറം പറയാം. നിങ്ങൾ 17 വയസ്സ് വർഷമായില്ലേ ഇവിടെ. ഞാനിവിടെ വന്നിട്ട് 17 മണിക്കൂർ പോലും ആയിട്ടില്ല. അയ്യോ, ഓപ്പണാവ് തുറക്കുന്നില്ല. അയ്യോ, തണുക്കുന്നേ. എനിക്ക് വോൾക്കാനോ കാണണം.
അതെവിടെ ഉള്ളേ? നമുക്ക് വോൾക്കാനെ പൊട്ടുന്ന അടുത്ത കാണാൻ പറ്റുമോ? വോൾക്കാനെ പൊട്ടുന്ന ഡ്രോൺ വിഷൻ എടുക്കാൻ പറ്റുമോ? ഞാൻ ചേട്ടന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടൻ എനിക്ക് ചായ വെച്ച് തന്നില്ലേ? ചേട്ടൻ എന്റെ വീട്ടിൽ വരുമ്പോ ഞാൻ ചേട്ടൻ ചായ വെച്ച് തരാൻ പറ്റത്തില്ല, ഇത് ബ്ലൂബെറി കഴിച്ചു. ദിസ് ഈസ് മൈ വീട് ഫോർ നെക്സ്റ്റ് ഫ്യൂ ഡേയ്സ്. ഒരു ബക്കറ്റ് നിറച്ച് ബ്ലൂബെറി നോക്കി. അയ്യോ പുളിയല്ലേ? 2 ദിവസം വണ്ടിക്കകത്തിരുന്ന് പഴുത്തോളും. ബ്ലൂബെറി അടിയോ? ഞങ്ങളങ്ങനെ മറ്റൊരു സ്ഥലത്തെത്തി. നല്ല വാട, സൾഫറിന്റെ വാടയുണ്ട് ഇവിടെ. ഇതുപോലെയുള്ള ബെഞ്ചൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആൾക്കാർക്ക് വന്ന് ഭക്ഷണം കഴിക്കാനും അങ്ങനെയുള്ള പരിപാടികൾക്കൊക്കെ ആയിട്ട്. ഇവിടെയൊക്കെ പുക കണ്ടോ? ആ പുക ആക്ച്വലി ഇതല്ല, ആ പുക മറ്റേ വെള്ളം തിളപ്പിക്കുന്ന പുകയാണ്. അതായത് വെള്ളം തിളപ്പിച്ചിട്ട് ഈ ഇതിന് കൊണ്ടുപോകുമല്ലോ, ഏതാ ഈ ഹീറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി, അതിന് വേണ്ടിയുള്ള പുകയാണ്. ഇവിടെ വേറൊരു ക്യാമ്പർ വാനുണ്ട്. ഡേഞ്ചർ ഹോട്ട് സ്പ്രിംഗ് എന്ന് എഴുതിയിരിക്കുന്നുണ്ട്. ഈ കാണുന്നത് നാച്ചുറൽ പുകയാണ്. അതായത് ഇത് ഇവിടെ ഒരു ഹോട്ട് സ്പ്രിംഗ് എന്തോ ഒരു സംഭവമാണ്. ഇത് ഈ പറഞ്ഞ പോലൊരു ജിയോ തെർമൽ ആക്ടിവിറ്റി നടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് പോയി നോക്കാം. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം ഫിസിക്സ് ലാബിൽ കയറുമ്പോൾ, അല്ല കെമിസ്ട്രി ലാബിൽ കയറുമ്പോൾ ഒരു വാടയില്ലേ? ആ വാടയാണ് എനിക്കിവിടെ കിട്ടുന്നത്. നിങ്ങൾക്കത് കിട്ടുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. കെമിസ്ട്രി ലാബിൽ കയറുമ്പോൾ കിട്ടുന്നൊരു വാട. ഇവിടെ താഴെയൊക്കെ കണ്ടില്ലേ ഓരോരോ സാധനങ്ങളൊക്കെ? ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവം. ഇതെന്തോ ഇത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ആൾക്കാർ വന്ന് നിൽക്കുന്നത്. ഡേഞ്ചർ, ദിസ് ഈസ് എ ഹൈ ടെമ്പറേച്ചർ ജിയോ തെർമൽ ഏരിയ, പ്ലീസ് ഫോളോ ദ മാർക്ക്ഡ് പാത്ത് വേ അറ്റ് ഓൾ ടൈംസ് ഇത് എഴുതിയിട്ടുണ്ട്. വെള്ളം തെറിക്കുന്നുണ്ട് ഇങ്ങനെ. ആ ഒരു വെള്ളം തെറിച്ചിട്ട് ആണ് ആക്ച്വലി ഇവിടെ എല്ലാം നനഞ്ഞ് കിടക്കുന്നത്. കണ്ടോ? ഇവിടെ എല്ലാം നനഞ്ഞ് കിടക്കുന്നുണ്ടോ? ഇത് ഇവിടുത്തെ ഒരു ജിയോ തെർമൽ ഏരിയ ആണ്. അത് കാണാൻ വേണ്ടിയാണ് ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നിന്ന് കാണാം. കണ്ടിട്ട് വെള്ളം തെറിക്കുന്നുണ്ട്. അവിടെ ദൂരെ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. ഞാനതെല്ലാം കൂടെ കാണിച്ചു തരാം. വെള്ളം തെറിക്കുന്നുണ്ടല്ലോ, ചൂട് വെള്ളമോ? ആ എൻ്റെ അപ്പൊ ഇതൊക്കെ വലുതായി പൊട്ടിത്തെറിക്കുമോ? നീ ഇല്ല, ഇങ്ങനെ തന്നെ കിടക്കും. എന്തൊക്കെ സംഭവങ്ങളാന്ന് നോക്കി. പ്രകൃതി എന്നൊക്കെ പറയുമ്പോ എന്തോ അല്ലേ, ഭയങ്കര സംഭവമാണ്. നമുക്ക് ഹോട്ട് സ്പ്രിങ്സ് വളരെ അപൂർവമായിട്ടേ ഉള്ളൂ, കുറവാണ് ഹോട്ട് സ്പ്രിങ്സ്. ഞാൻ ഒരിക്കൽ ഫിലിപ്പീൻസിൽ പോയപ്പോഴത്തേക്കിനും ഞാൻ ഇതുപോലൊരു സ്ഥാനം അവിടെ കണ്ടായിരുന്നു. ഫിലിപ്പീൻസിൽ വെള്ളം തെറിക്കുക, വെള്ളം തിളച്ച് മറിയുക അല്ലേ. ഐസ്ലാൻഡൊക്കെ ഞെട്ടിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. ഇനി എന്തോരം കാഴ്ചകളാണ് കാണാൻ കിടക്കുന്നത് ഐസ്ലാൻഡിൽ. ഫസ്റ്റ് ഡേ തന്നെ വന്നപ്പോഴത്തേക്കിനും കണ്ടില്ലേ കിട്ടിയിരിക്കുന്നത് ഡേഞ്ചർ. ഇവിടെ താഴത്തെ ഭൂമിയുടെ താഴെ പോലും അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റമുണ്ട്, കളർ വ്യത്യാസവും പരിപാടികളും അതും ഇതൊക്കെ ആയിട്ട്. നിങ്ങൾക്ക് ഐസ്ലാൻഡ് വരാനായിട്ട് ഷെങ്കൻ വിസ മതി. ഷെങ്കൻ വിസ വെച്ചിട്ട് വരാം. നിങ്ങൾക്ക് യൂറോപ്പിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് വന്നിട്ട് വേറെ ഫ്ലൈറ്റ് എടുത്തിട്ട് ഐസ്ലാൻഡിലേക്ക് വരണം. കാരണം ഡയറക്റ്റ് ഫ്ലൈറ്റ്സ് ഇന്ത്യയിൽ നിന്നും ഇല്ല. ഉടനെ തന്നെ എയർ ഇന്ത്യ ഐസ്ലാൻഡ് എയറുമായിട്ടൊക്കെ ഇത് കോഡ് ഷെയർ വരുന്നുണ്ടെന്ന് പറയാൻ കഴിഞ്ഞു. അങ്ങനെയാണ് ഡയറക്റ്റ് ടിക്കറ്റ് എടുത്തിട്ടൊക്കെ വരാൻ പറ്റും. പിന്നെ ഇറ്റ്സ് എ വെരി നൈസ് കൺട്രി. ഇവിടെ വന്നു കഴിഞ്ഞാൽ വണ്ടി വേണം, വണ്ടി ഇല്ലാണ്ട് പറ്റത്തില്ല. ഇതൊരു രക്ഷയില്ലായിരുന്നു. ഇത് വെള്ളം അതിലിവിടെ ഇങ്ങനെ തിളച്ച് മാറിയുന്നത് അതൊക്കെ ഡ്രോൺ ഉള്ളതുകൊണ്ടാണ് എനിക്ക് കാണിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ എനിക്ക് ഇവിടെ നോക്കി നമ്മളത് കാണത്തില്ല. അത് അവിടെ വെള്ളം ഇങ്ങനെ തിളച്ച് മറിയുന്നത് കാണാനായിട്ടൊരു പ്രത്യേക ഒരു ഫീലായിരുന്നു. ഇവിടെ ഞാൻ വന്നിട്ട് എത്ര ഇന്ത്യൻ ഫാമിലീസിനെ കണ്ടു. ഇപ്പോൾ അവിടെ പുറത്തൊരു മലയാളി ഫാമിലി, ഇന്ത്യൻ ഫാമിലീസ്, എന്തോരോ ആൾക്കാരറിയാം ഇവിടെ വന്നിട്ട്. എല്ലാവരും ക്യാമ്പർ വാൻ എടുത്ത് ഇപ്പോൾ അവർ കാണുന്ന വണ്ടിയില്ല, എന്തത് ജീപ്പിൻ്റെ ഒരു വണ്ടി. അത് അതിൻ്റെ മേളിൽ ടെൻറ്റ് ആണ് കണ്ടത്. അത് പൊക്കിയിട്ട് ടെൻറ്റ് പൊക്കിയിട്ട് അതിൻ്റെ മേളിൽ കിടന്ന് ഉറങ്ങി. ആ ഒരു രീതിയിലുള്ള ഒരു കൈൻഡ് ഓഫ് ലൈഫാണ് ഇവിടെ. കൊള്ളാം, സംഭവം കൊള്ളാം. ഹോട്ടലിൽ തന്നെ റേറ്റോ എൻ്റെ ദൈവമേ, ഹോട്ടലിലാരൊന്നും പറയല്ലേ.
അതിവിചിരമായിട്ടുള്ള ആ ഒരു റോഡിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടാ എനിക്കിവിടെ വന്നപ്പോൾ അല്ലേ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്നറിയോ? ഇത് സത്യം, ഇത് ശരിക്കും ഏതാ ഗ്രഹം? ഏതാ ഇത് ഏതാ ഗ്രഹം? എനിക്കറിയത്തില്ല ഇത് ഏതാ ഗ്രഹം. ഇത് നോക്കിയേ, നമ്മുടെ നാട്ടിൽ ജാതകത്തിൽ കണ്ട ചൊവ്വാഗ്രഹം. എന്തോന്ന് ചേട്ടാ ഇത്? സത്യം ഇതൊക്കെ ഈ വോൾക്കാനോ ഇറപ്ഷൻസ് വഴി ഉണ്ടായ സംഭവങ്ങളാണോ ഇതെല്ലാം? ലാവ വീണുണ്ടായ സംഭവമാണ് ഇതെല്ലാമാണെന്നാണ് പറയുന്നത്. അതായത് ഇതിൻ്റെ കറക്റ്റ് സംഭവം കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേക്കിനും അവിടെ ബ്ലാക്ക് കളറിൽ ഫ്രഷ് ലാവ കാണാൻ പറ്റും. അതായത് ഈ കാണുന്ന ഈ ഒരു സിറ്റി, ഇതിൻ്റെ പേര് ഗ്രൻഡവിക്ക്. ഈ ഗ്രൻഡവിക്ക് നഗരത്തിലെ കുറേ വീടുകൾ ഇവർ ഈ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ്റെ സമയത്ത് ഒഴിപ്പിച്ചു അല്ലേ? മൊത്തം വീട് ഒഴിപ്പിച്ചു. ആണോ? ആ സമയത്ത് ഇപ്പോഴും ആരും താമസിക്കുന്നില്ലേ? അപ്പൊ ഈ കാണുന്ന വീടുകൾ കുറച്ച് പേര് ഇൻഷുറൻസ് ഇല്ല വീടിനിപ്പം. ഇൻഷുറൻസ് കിട്ടത്തില്ല. ആൾക്കാർ താമസിക്കുന്നുണ്ട് കുറച്ച് പേരൊക്കെ, പക്ഷെ അത് ഇൻഷുറൻസ് ഇല്ലാതെ താമസിക്കുന്നത്. അത് എന്തെങ്കിലും സംഭവിച്ചാലും ഒന്നും കിട്ടത്തില്ല അവർക്ക്. എന്തോ എന്റെ ദൈവം, ഇത് ആലോചിച്ച് ചോദിക്കേ. ഇതെന്താ ചേട്ടാ, ഇതൊരു രക്ഷയില്ലല്ലോ. ഇത് ഇങ്ങനെയൊക്കെയാണോ ഇവിടെ? ലാവ ഒഴുകി വന്നിട്ട് ഒരു ഗ്രാമം കംപ്ലീറ്റ് റോഡ് വരെ ഒഴുകി പോയിട്ടുണ്ട്. ഇത് ഏത് വർഷം സംഭവിച്ചത്? ഈ വർഷോ? ശേ, അപ്പൊ ഈ ലാവ ഒഴുകി വരുമ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ തന്നെയാണോ ശരിക്കും? ചുമന്നിങ്ങനെ രാത്രി ഇരുട്ടത്തിങ്ങനെ ചുമന്ന് ഒഴുകി വരുന്നതാണോ? ആണോ? വീഡിയോ കാണുന്ന പോലെ തന്നെ. അങ്ങനെ തന്നെയല്ലേ? ദൈവമേ, അപ്പൊ ഇത് നേരത്തെ ഡിറ്റക്ട് ചെയ്യുമായിരിക്കും അല്ലേ? അതെ അതെ, ഇവർക്കറിയാം. ഇങ്ങനെ പൊങ്ങി മാക്സിമം പൊങ്ങി വരുമ്പോഴത്തേനെ അറിയാം ഇത്ര മീറ്റർ താഴെയാന്നുള്ളത്. ഭയങ്കര സംഭവം അത്. ഈ വോൾക്കാനോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് ഇതിൻ്റെ ഒരു ഗുട്ടൻസ് ബേസിക്കലി മനസ്സിലായത്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കാണുന്നത്. നമ്മൾ ഈ വയനാട്ടിലൊക്കെ ഉണ്ടായ ഉരുളുപൊട്ടലും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, അതേപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ മലയുടെ മേളിൽ ഉരുള് പൊട്ടുന്നതായിരിക്കും ഈ വെള്ളം ഒലിച്ച് കുത്തി ഒലിച്ച് വന്ന് പല സ്ഥലത്തും ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെയാണ് ഈ വോൾക്കാനോ പൊട്ടിക്കഴിഞ്ഞ് മൗണ്ടൻ ആയിരിക്കണം നിർബന്ധമില്ല. ഇത് ഈ വോൾക്കാനോ പൊട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പല റോഡുകൾ അതിനിടയ്ക്കൂടെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. ഈ റോഡുകൾ ഇതിൻ്റെ ഇടയ്ക്കൂടൊക്കെ ഇതൊക്കെ ശരിക്കും ഈ ലാവ ഒഴുകി വന്ന ആ ഒരു സംഭവമാണ് നമുക്ക് ഈ കാണുന്നത്. ഈ കറുത്ത കളറിൽ കിടക്കുന്നത് ലാവ ഒഴുകി 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 എത്ര ദൂരത്തേക്ക് എത്ര നേരം എത്ര ഓടിയായിരിക്കും ഈ ലാവ ഒഴുകി ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു രക്ഷയില്ല കേട്ടോ. എന്നാലും അത്രയും ആ വീടുകൾ, ഇവിടെയൊക്കെയുള്ള ആൾക്കാർ, ഇവരുടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് മൊത്തത്തിൽ ഡൗൺ ആയി കാണും. അങ്ങനെ എന്തൊക്കെ പരിപാടികൾ ഇവിടെ സംഭവിച്ച് കാണും. സ്വന്തം വീട് പോലും ഒഴിവാക്കി, സ്വന്തം ഇതൊക്കെ ഒഴിവാക്കി ജീവനിൽ പേടിച്ച് അവരൊക്കെ പല ഭാഗങ്ങളിലേക്ക് ഓടിപ്പോയിട്ടുണ്ടാവില്ലേ. ഇതെന്തായാലും ഒരു ഭയങ്കര സംഭവം കേട്ടത്. വോൾക്കാനിക് ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലാവ ഒഴുകി കിടക്കുന്ന ആ ഒരു സ്ഥലം ഞാൻ ഇങ്ങനെ കാണുന്നത്. ഈ ഒരു നാട്ടിൽ ഇനി എന്തൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാൻ കിടക്കുന്നു അല്ലേ? ഇവിടെ ഈ കാണുന്ന സംഭവങ്ങളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ശരിക്കും പണ്ടൊക്കെ എപ്പോഴോ വോൾക്കാനോ പൊട്ടിത്തെറിച്ച് വന്ന ലാവയാണ് ഈ കാണുന്ന സംഭവങ്ങൾ. അതിൻ്റെ മേളിലൊക്കെ ഇപ്പം പുല്ല് കിളിച്ച് തുടങ്ങി പലത്. കണ്ടോ നോക്കി, പല രീതിയിലുള്ള പുല്ലൊക്കെ കളിച്ച് അങ്ങനെ പല സംഭവങ്ങളും നടക്കുകയാണ്. എന്തൊക്കെയായാലും നമുക്ക് ആ ഒരു വോൾക്കാനിക് ഇറപ്ഷൻ നടന്ന സംഭവം ഒന്ന് കണ്ട് തൊട്ട് നോക്കിയിട്ട് പോകാം. ശരിക്കും ഇതൊക്കെ റോഡൊക്കെ ഒലിച്ചു പോയതാണ് ഗൈസ്, അതിന് ശേഷം ഉണ്ടായതാണ്. ഇത് കണ്ടു, ഇത് ഭയങ്കര കൂർത്ത സാധനമാണ് നോക്കി. ഇത് കണ്ടോ, ഒക്കെ ലാവയായിട്ട് വന്ന സാധനമാണ് നോക്കി. ഇത് ഭയങ്കര മൂർച്ചയാണ്, ഭയങ്കര മൂർച്ചയാണ്. ഇതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല, അതിന് വലിയ വെയിറ്റ് ഒന്നുമില്ല. അങ്ങനെ മൂർച്ചയാണ്, ഇങ്ങനെ കയ്യിൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. അതുപോലെ മൂർച്ചയേറിയ കുറച്ച് സംഭവങ്ങളാണ്. മണമൊന്നുമില്ല. ഈ വോൾക്കാനിക് കല്ല് ഭയങ്കര ലക്കിയാണെന്ന് ആൾക്കാർ പറയാറുണ്ട്. ചിലരൊക്കെ ഇതെടുത്ത് സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ട് വെക്കാറുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെയൊന്നും എടുക്കുന്നില്ല. സമയം ഇപ്പോൾ രാത്രി 9 മണിയായിട്ടോ. നമ്മളിവിടെ ലെഫ്റ്റിൽ കടൽ ഭിത്തി പോലൊരു സ്ഥലം കാണുന്നോ. ഇതെന്താന്ന് പറഞ്ഞാൽ ഇവിടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഗ്രാമത്തിലേക്ക് ലാവ ഒഴുകി വരാതിരിക്കാൻ വേണ്ടി ഇവിടെ സർക്കാർ നിർമ്മിച്ചിരിക്കുന്ന ഒരു കടൽ ഭിത്തി പോലത്തെ ഒരു സ്ഥലമാണ്. അതായത് മണ്ണ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണ് കൊണ്ട്, കോൺക്രീറ്റ് ഒക്കെ ആണെങ്കിൽ ഈ ലാവ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഉരുകിപ്പോവും. അതുകൊണ്ട് മണ്ണ് കൊണ്ടുള്ള ഭിത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രി 9 മണി വരെ നമുക്ക് പകൽ വെളിച്ചത്തിൽ ഇങ്ങനെ സൈറ്റ് സീയിങ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലം. ഇപ്പോൾ ഇത് നമുക്ക് തിരിച്ചു പോയാലോ?
ഇങ്ങനെ തന്നെ തിരിച്ചു പോവല്ലേ. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കിനും ഇവിടെ എന്തോരം വണ്ടികളാണെന്നറിയോ. ഞങ്ങൾക്ക് ക്യാമ്പർ വാനും കാറും അതും ഇതുമൊക്കെ ആയിട്ട് എനിക്കൊന്നൊരു മിനിമം ഒരു 100-500 വണ്ടികൾ ഇവിടെ ഉണ്ടാവും. ഇതെന്ത് സ്ഥലമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞുള്ള ഒരു സ്ഥലമാണ്. ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പണ്ട് നമ്മൾ വിയന്നയിൽ പോയിട്ടൊരു ഹോട്ട് സ്പ്രിംഗ് ബാത്തിൽ കിടന്നില്ലേ, എന്നിട്ട് ഞാൻ ഒരു മാസം ആശുപത്രി കിടന്ന ഓർമ്മയുണ്ടോ വയ്യാണ്ടായിട്ട്. അതുപോലത്തെ ഒരു സ്ഥലമാണ് ഇവിടുത്തെ ബ്ലൂ ലഗൂൺ. ഞാൻ വെള്ളത്തിലിറങ്ങൂല, പക്ഷെ ഞാൻ പോയി കാണിച്ചു തരാം. ആൻഡ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ബ്ലൂ ലഗൂണിൽ കയറിയിട്ടില്ല, അത് അകത്ത് ഇവിടെ വലിയൊരു സ്പാ പോലത്തെ ഒരു സ്ഥലമുണ്ട്. ഇത് കണ്ടോ, ഇത് ചൂടുവെള്ളമായിരിക്കും ചേട്ടാ. ഇത് ഇങ്ങനെ ഒരു ബ്ലൂയിഷ് കളറിൽ ഇരിക്കുന്ന കണ്ടില്ലേ, ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ലൈറ്റ് ബ്ലൂ കളറിൽ ഇങ്ങനെ കിടക്കുന്നത് കണ്ടോ. ഈ ചുണ്ണാമ്പിലൊക്കെ കിടക്കുന്ന പോലെ തന്നെ ആ ഒരു രീതിയിൽ ഇങ്ങനെ സെറ്റായി കിടക്കുകയാണ്. അതാണ് ഈ ഒരു വെള്ളം ഇത്തരത്തിൽ ഇങ്ങനെ കളറിലിരിക്കുന്നത്. സൈഡിലൊക്കെ ഈ പറഞ്ഞ പോലെ സംഭവങ്ങൾ. ഇതൊക്കെ പണ്ട് വോൾക്കാനോ വന്ന് ഇറപ്റ്റായിട്ട് ആ ഒരു വോൾക്കാനിക് ഇറപ്ഷനാണ് ഇങ്ങനെ പുല്ലൊക്കെ പിടിച്ചിട്ട് എത്രയോ വർഷം മുമ്പ് ഇങ്ങനെ വോൾക്കാനോ ഇറപ്റ്റായിട്ട് കിടക്കുന്നതായിരിക്കും ഇതൊക്കെ. ഈ വെള്ളത്തിൽ ഇത് സൾഫർ കലർന്ന വെള്ളമല്ലേ? ആ എന്നാലും ഇത് എന്തായിരിക്കും, എന്ത് രസമാണ് കാണാനായിട്ട് ഇങ്ങനെ. ഇവിടെ എവിടെ പോകാനെങ്കിലും അത്യാവശ്യം നടക്കണം കേട്ടോ, ഇല്ലാണ്ട് പറ്റത്തില്ല. എവിടെ പോണേലും വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറേ നടക്കണം. ഇത് പിന്നെ കുറച്ചും കൂടെ ഓർഗനൈസ്ഡ് ആണ് ഇവിടെ. ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഇവിടെ നടന്നങ്ങ് പോയാൽ മതി. തണുപ്പുണ്ട്. ഇതൊക്കെ മറ്റേ വോൾക്കാനോ കല്ലുകളാണ്. അതേലൊക്കെ അടിയിൽ നോക്കിയേ കണ്ടോ, ആ വെള്ളം ഇങ്ങനെ കയറി വന്നിട്ട് ആ വെള്ളത്തിൻ്റെ ഏതാ ഇതിനകത്ത് കയറാൻ പൈസ കൊടുക്കണ്ടേ? വേണ്ട, ചുമ്മാ കയറി കാണാം. വെള്ളത്തിലിറങ്ങണ പൈസ കൊടുക്കണം അല്ലേ? എവിടെ നോക്കിയാണോ ആൾക്കാർ വരുന്നത് കാണാനായിട്ട്. ഇത് ഭയങ്കര രസമുണ്ട്. ഇത് തിളങ്ങുന്ന പോലെ ശരിക്കും ഈ ബ്ലാക്ക് കല്ലുകൾക്കിടയിൽ, സോറി കല്ലെന്ന് പറയാൻ പറ്റത്തില്ല, വോൾക്കാനിക് എറപ്ഷൻസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ഒരു വെള്ളം കിടക്കുന്ന കാണുമ്പോഴത്തേക്കിനും ഭയങ്കര രസമുണ്ട്. ഇതൊരു വമ്പ സെറ്റപ്പാണ് ഇവിടെ. ഇത് ശരിക്കും ഇതൊരു കിഡിലൻ ലക്ഷൂറിയസ് സംഭവം. നമ്മൾ ഈ ജപ്പാനിലൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മൾ ജാപ്പനീസ് ഓൺസനൊക്കെ കണ്ടിട്ടില്ലേ, അതേപോലത്തെയൊക്കെ സംഭവമാണ്. ഇതുകൊണ്ടോ, ഇതൊക്കെ പണ്ട് വോൾക്കാനിക് എറപ്ഷൻസ് ഉണ്ടായിട്ട് ഇങ്ങനെ വന്ന് കിടന്ന സ്ഥലമാണ്. അതൊക്കെ സെറ്റാക്കി എടുത്തിരിക്കുകയാണ്. ബ്ലൂ ലഗൂൺ ഐസ്ലാൻഡ്. ചെക്ക് ഇൻ കംഫർട്ട് സിഗ്നേച്ചർ ഗ്രൂപ്പ് റിട്രീറ്റ് സ്പാ അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമുണ്ട്. ഇതിനകത്ത് കയറാനായിട്ട് ശരിക്കും വെള്ളത്തിലിറങ്ങണമെങ്കിൽ പൈസ കൊടുക്കണം. പക്ഷേ നമ്മൾ വെള്ളത്തിലിറങ്ങാതെ നമ്മൾ ഇത് ഒന്ന് കണ്ടിട്ട് പോകാൻ പറ്റും. നമുക്കിവിടെ കഫേയൊക്കെ ഉണ്ട്, അത് കാണുന്നതിന് പൈസ കൊടുക്കണ്ട. എൻ്റെ അമ്മോ, ഇത് ശരിക്കും നമ്മൾ മറ്റേ ഇവിടെ പോയ സെയിം സാധനം, ഏത് നമ്മൾ വിയന്നയിൽ പോയില്ലേ, ആ പോയ സെയിം സാധനം. അതാണ് മെയിൻ ഐറ്റം. അതായത് നമുക്ക് ചൂടുവെള്ളം, ഹോട്ട് സ്പ്രിംഗ് വാട്ടർ. ആ ഹോട്ട് സ്പ്രിംഗ് വാട്ടറിൽ ശരിക്കും ഇതൊക്കെ ഇന്നത്തെ കിടന്നു കഴിഞ്ഞാൽ നമ്മുടെ ദേഹം ഇങ്ങനെയൊക്കെ ആവത്തില്ലെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷേ അത്രയും ചൂടില്ലെന്ന് തോന്നുന്നു. ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള സംഭവം. ഇത് ഇവിടുത്തെ ഐസ്ലാൻഡിലെ ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇത് ഇതുപോലെയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടാവും. ഇഷ്ടംപോലെ ബാത്റൂംസ് നിങ്ങൾക്ക് ഇവിടെ റെൻറ്റിന് കിട്ടും. റെൻറ്റിനല്ല, ഇത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടല്ലേ നമ്മൾ ഇതിനകത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള പല സംഭവങ്ങളും ഇവിടെയുണ്ട്. രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രിയിലോ ഏത് സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങൾ വന്ന് ആക്സസ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരെണ്ണം എപ്പോഴെങ്കിലും ഇറങ്ങും. ഇപ്പം ഞാൻ എന്തായാലും ഇറങ്ങുന്നില്ല, കാരണം എനിക്ക് ചെറിയൊരു കഫക്കെട്ട് നാട്ടിലുള്ളപ്പം പോലെ ഉണ്ടായിരുന്നു. അതൊന്നും പൂർണ്ണമായിട്ട് മാറാതെ ഞാൻ ഇവിടുത്തെ കാലാവസ്ഥയുമായിട്ടൊന്ന് സെറ്റാവാതെ ഞാൻ എന്തായാലും ഇവിടെ ഇറങ്ങാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് ഐസ്ലൻഡിലെ വൺ ഓഫ് ദ മസ്റ്റ് ഡു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് കമ്പൽസറി ആയിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റികളിലൊന്നാണിത്. ആണോ? അത് ശരി. അത് ഇവിടെ വന്ന് 2 അടിച്ച് വേണമെങ്കിൽ ഇതിനകത്ത് ഇറങ്ങാം അല്ലേ? ഇത് സെറ്റപ്പാണല്ലോ, അടിപൊളി. ഫുൾ ഫ്ലഡ്ജ് ആണല്ലോ പരിപാടി. എന്ത് സെറ്റപ്പാ ഇത്? അവിടെ ബാറാണോ ലിറ്ററലി? ആൽക്കോള് കിട്ടും. പൊളിച്ച്. ഇതിനകത്തൊരു വലിയൊരു കോഫി ഷോപ്പ്, പിന്നെ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്. ഇവിടെ അത്യാവശ്യം നല്ല കത്തിയായിരിക്കത്തില്ലേ അല്ലേ? നല്ല എക്സ്പെൻസീവ് ആയിരിക്കും. നമുക്ക് ഒരു സാധാരണ അഫോർഡബിൾ ആയിരിക്കില്ല, അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ. പക്ഷെ നല്ല നീറ്റാട്ടോ, നല്ല കിട്ടിലും സെറ്റപ്പാണ്, അടിപൊളി സെറ്റപ്പാണ്. ഞാൻ ജപ്പാനിൽ പോയപ്പോൾ ഇതുപോലത്തെ ഒരു സ്ഥലത്തിൽ പോയിരുന്നു. അത് ജപ്പാൻ പിന്നെ നമുക്ക് ഭയങ്കര അഫോർഡബിളാണ്. ഇവിടെ പക്ഷേ നമുക്ക് എക്സ്പെൻസീവാണ്. ഇതിലേതാണ് എൻ്റെ വണ്ടി? തണുത്തിട്ട് പോയാൽ ഭയങ്കര തണുപ്പ്.
പക്ഷേ നിങ്ങളുടെ വീട് ഇവിടെ സീസൈഡ് അടുത്തായിരുന്നല്ലേ? എൻ്റെ ചേട്ടാ ഒന്നും പറയണ്ട, അടിപൊളി ലൊക്കേഷൻ കേട്ടോ. പക്ഷെ റോഡിലൊന്നും ഒരു മനുഷ്യനും ഇല്ലാതുള്ളതേ ഉള്ളൂ. ഈ നാട്ടിൽ തന്നെ ജനം കുറവാ. നിങ്ങളൊക്കെ 17 വർഷം മുമ്പ് ഇവിടെ വന്ന് സമ്മതിക്കണം കേട്ടോ. ഇല്ലേ? എന്റെ ദൈവമേ, ഒന്നും പറയണ്ട. ആകെ ഒരു കല്ലേ ഉള്ള, അതിന്റെ മേലെ ഒരു കൊച്ചു ഇരിപ്പുണ്ട്. ഒന്നും ഇല്ല ഇവിടെ. അയ്യോ, എന്തായാലും അടിപൊളി ഒരു റൈഡായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ പോയിട്ട് വന്ന് ഇപ്പം ചേട്ടൻ്റെ വീട്ടിലെത്തി. ഗുഡ് മോർണിംഗ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഇന്നലെ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങി, സുഖമായിട്ട് കിടന്നുറങ്ങി. തണുപ്പുണ്ടായിരുന്നു, പക്ഷേ ഈ സ്ലീപ്പിംഗ് ബാഗിൽ നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങിയുണ്ട്. വലിയ പ്രശ്നമില്ലായിരുന്നു. ചെറിയൊരു മൂക്കടപ്പുണ്ട്, അതാണ് സൗണ്ട് അടഞ്ഞിരിക്കുന്നത്. രാവിലെ എണീറ്റിട്ട് ചെറിയ കഫക്കെട്ടുണ്ടിരിക്കുക, അത് മാറിയിട്ടില്ല. അതാണ് മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഞങ്ങൾ ഫ്രഷായിട്ട് അതിന് ബാക്കി പറയാം. ഇതാണ് മനോവേട്ടൻ്റെ വീട്. ഇവിടെയാണ് ഞാൻ ഇന്നലെ താമസിച്ചത്. ഇവിടെ മനോവേട്ടൻ്റെ വീട് എയർപോർട്ടിനടുത്തായതുകൊണ്ട് ഇവിടെ ഉള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നാട്ടിലേക്കൊക്കെ പോകുന്ന മലയാളികൾ ഇവിടെ കൊണ്ട് വണ്ടി ഇടാറുണ്ടെന്ന് മനോവേട്ടൻ പറഞ്ഞായിരുന്നു. അതാണ് അവിടെ ഇവിടെയൊക്കെ കുറേ വണ്ടികളൊക്കെ കിടക്കുന്നത് കാണുന്നത്. നല്ല ഭംഗിയുള്ള വീടുകളാണ് അല്ലേ? കുറേ സ്ഥലവും ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ, അതുകൊണ്ട് ആൾക്കാരും കുറവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടംപോലെ നല്ല വീടുകളൊക്കെ വെച്ച് സ്വന്തമായിട്ട് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റും. അതാണ് സംഭവം. സോ മനോജ് ചേട്ടൻ ഈസ് മേക്കിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയി. ചേച്ചി രാവിലെ ജോലിക്ക് പോയി എന്ന് പറയുന്നുണ്ടായിരുന്നു, 3:30 കണ്ട്. ഞാൻ അറിഞ്ഞില്ല, ഞാൻ നല്ല ഉറക്കമായിരുന്നു. ചേട്ടൻ രാവിലെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ഇഡ്ഡലി. അല്ല, ഞാൻ ആലോചിക്കുകയാണേ, നമ്മൾ എത്ര നാളായിട്ട് എത്ര വർഷമായിട്ട് വിദേശത്താണെങ്കിലും അല്ലേ, ശരിക്കും നമുക്ക് നമ്മുടെ രക്തത്തെ അറിഞ്ഞില്ല, നമ്മളൊരിക്കലും വിടത്തില്ല. കാരണം എവിടെ ചെന്നാലും മലയാളി ആയിരിക്കും. അത് ശരിയാ, എത്ര നാൾ കഴിഞ്ഞാലും അതൊരു പോയിന്റാണ് അല്ലേ. എന്തായാലും ദോശയും ഇഡ്ഡലിയും പിന്നെ ചമ്മന്തി, സാമ്പാർ, പിന്നെ മീൻകറി എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ വണ്ടി അതൊക്കെ അവിടെ അതേപോലെ നടന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇന്നലെ പൊടിയിലൂടെയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നപ്പോഴത്തേക്കിനും വണ്ടി ഫുൾ പൊടിയായി. എവിടെയെങ്കിലുമൊക്കെ സെൽഫ് സർവീസ് കാർ വാഷ് കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് വേണം കഴുകാം. എന്നോട് വണ്ടി കഴുകേണ്ടതാണ് പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ലല്ലോ, നമ്മൾ വണ്ടി കഴുകിക്കൊണ്ട് നടക്കണ്ടേ. അപ്പോൾ ഈ വണ്ടിയുമായിട്ട് എൻ്റെ യാത്രകൾ ഞാനിവിടെ ആരംഭിക്കുകയാണ്. ഐസ്ലാൻഡ് എന്ന് പറയുന്നത് ഭയങ്കര കിടില സ്ഥലങ്ങളാണ്. ഡ്രോണൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. ഡ്രോണൊക്കെ വെച്ച് ആദ്യമായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്ത് വീഡിയോ എടുക്കുന്നത്. സോ യു ക്യാൻ എക്സ്പെക്ട് സം കിടിക്കാച്ചി വീഡിയോസ്. അപ്പോൾ നാളെ കാണാം. സ്റ്റേ ട്യൂൺഡ്. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ബൈ.